ഹായ് ഗായ്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൈക്രോ സെൻസർ തുടങ്ങിയിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ബയോ സെൻസറാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ ബയോ സെൻസറിൽ രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്നും അതിലൊന്ന് നമ്മൾ ബയോ മെഡിക്കൽ സെൻസർ എന്നും പിന്നൊന്ന് നമ്മൾ ബയോ സെൻസർ എന്നും നമ്മൾ പറയുന്നുള്ളത് പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. സോ ബയോ മെഡിക്കൽ സെൻസർ എന്ന് പറയുന്ന ഒരു ഇലക്ട്രോഡ് ഉണ്ടാവും. ആ ഇലക്ട്രോഡിലേക്ക് നമുക്ക് എന്താണോ ഡിറ്റക്ട് ചെയ്യേണ്ടത് അതിൻ്റെ എലമെൻറ്റ്സ് നമ്മൾ അതിലേക്ക് കൊടുക്കുമ്പോൾ ആ ഇലക്ട്രോഡിൽ ഉണ്ടാകുന്ന വ്യത്യാസം വെച്ചിട്ട് എന്താണോ നമുക്ക് മെഷർമെൻറ്റ് അത് നമുക്ക് ഡിറ്റക്ട് ചെയ്തെടുക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ബയോ മെഡിക്കൽ സെൻസറിൽ നോക്കിപ്പോയിരുന്നു. ഓക്കെ, നമുക്ക് ഇനി ഇവിടെ നമ്മൾ നോക്കുന്ന പറഞ്ഞാൽ ബയോ സെൻസർ ആണ്. സോ ബയോ സെൻസറിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് ഈ ബയോ സെൻസറുകളിൽ നമ്മൾ എന്താണോ ഡിറ്റക്ട് ചെയ്യുന്നത് ആ ഡിറ്റക്ട് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു ആൻറ്റിബോഡി നമ്മൾ ഈ സെൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രാൻസ്ഡ്യൂസർ ഉണ്ടാവും, നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ആ ട്രാൻസ്ഡ്യൂസറിന്റെ മുകളിൽ നമ്മൾ കോട്ടിങ് കൊടുത്തിട്ടുണ്ടാവും. ആ ആൻറ്റിബോഡിയും പിന്നെ നമ്മൾ എന്താണോ ഡിറ്റക്ട് ചെയ്യുന്നത് അതിൻ്റെ എലമെൻ്റ് ആൻറ്റിബോഡിയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന റിയാക്ഷനിൽ ആ റിയാക്ഷനിലൂടെ ട്രാൻസ്ഡ്യൂസറിൽ വരുന്ന ചേഞ്ചസ് നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൽ നിന്ന് എന്താണോ മെഷർ ചെയ്യാൻ പോകുന്നത് അത് നമ്മൾ മെഷർ ചെയ്തെടുക്കുന്നത്. ഇതാണ് ബയോ സെൻസർ എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് അതിൻ്റെ ഡെഫിനിഷൻ എടുക്കുകയാണെങ്കിൽ ബയോളജിക്കൽ സെൻസിങ് എലമെൻറ്റിനെ വെച്ചിട്ട് ഒരു ഡിറ്റക്ടറിൽ വെച്ച് നമ്മൾ ഫൈൻഡ് എടുക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ബയോ സെൻസറിൽ വരിക. അതുപോലെ തന്നെ നമുക്ക് ഇത് ഒരുപാട് അപ്ലിക്കേഷൻസിൽ നമുക്ക് ഉപയോഗിക്കാം. മീൻസ് ഇൻഡസ്ട്രിയൽ പ്രോസസ്സിങ്, അതുപോലെ മോണിറ്ററിങ്, എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻസ്, അതുപോലെ അഗ്രികൾച്ചർ, ഫുഡ് ഇൻഡസ്ട്രീസിലെല്ലാം നമുക്ക് ഈ ബയോ സെൻസറുകൾ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കൊമേഴ്ഷ്യലൈസേഷൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെലക്ടിവിറ്റി, സെൻസിറ്റിവിറ്റി, സ്റ്റെബിലിറ്റി, റീപ്രൊഡക്റ്റബിലിറ്റി ആൻഡ് ലോ കോസ്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ ഇത്രത്തോളം ഇത് വൈഡായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ ബയോ സെൻസറിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇപ്പം നമ്മുടെ ബയോ സെൻസറിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് ഇവിടെ ഒരു സ്കീമാറ്റിക് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. നമുക്ക് മെയിനായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഡ്യൂസർ ഉണ്ട്. ഈ ട്രാൻസ്ഡ്യൂസറിന് നമുക്ക് ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ കൺവേർഷൻ്റെ ബാക്കി കാര്യങ്ങൾ പ്രോസസ്സിങ്ങും മറ്റേ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഡിവൈസ് ഉണ്ട്. പിന്നെ ഡിസ്പ്ലേ ഉണ്ട്, ദെൻ ഒരു റെഫറൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ എന്താ മെയിനായിട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഏതാണോ ഡിസീസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത് ആ ഡിസീസിൻ്റെ ഒരു ആൻറ്റിബോഡി ഈ ട്രാൻസ്ഡ്യൂസറിൻ്റെ മുകളിൽ കോട്ടിങ് കൊടുത്തിട്ടുണ്ടാവുമെന്നും ദെൻ നമ്മൾ ആ ഡിസീസിൻ്റെ അനലൈറ്റ് എടുത്തിട്ട് ആ അനലൈറ്റ് ഈ ആൻറ്റിബോഡിയിൽ കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന റിയാക്ഷനിൽ ഈ ട്രാൻസ്ഡ്യൂസറിൽ ചേഞ്ചസ് ഉണ്ടാവുമെന്നും ആ ചേഞ്ചസിനെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ പ്രോസസ്സ് ചെയ്തിട്ടാണ് ആ ഡിസ്പ്ലേയിൽ ആ ഡിസീസ് എന്തോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നത്. ക്ലിയർ ഉണ്ടോ? അപ്പോൾ നമുക്ക് ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ സെൻസിറ്റീവ് ബയോളജിക്കൽ എലമെൻ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ അനലൈറ്റ് എന്ന് പറയുന്നത്. ഈ അനലൈറ്റ് ആണ് ഇതിൻ്റെ മുകളിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബേസിക് പ്രിൻസിപ്പിൾ നമ്മൾ ഒരു ഫ്ലോ ചാർട്ട് വൈസ് പറയുകയാണെങ്കിൽ നമുക്ക് ബയോളജിക്കൽ മെറ്റീരിയലിനെ അനലൈറ്റ് ആയിട്ട് നമ്മൾ എടുക്കും. ആ അനലൈറ്റ് നമ്മളിവിടെ എവിടെയാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ട്രാൻസ്ഡ്യൂസറിൻ്റെ മുകളിൽ നമ്മൾ ഒരു ഇത് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ ആൻറ്റിബോഡി ചെയ്തിട്ടുണ്ടാവും. ആ ആൻറ്റിബോഡിയാണ് ആക്ച്വലി ബയോളജിക്കൽ മെറ്റീരിയലായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിനെ ഇവിടെ ബൗണ്ട് ചെയ്യും. ആ ബൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസ്ഡ്യൂസറിൻ്റെ മുകളിൽ നമ്മൾ രണ്ടും റിയാക്ഷൻ നടക്കുന്ന ഏരിയയാണ് ആ ബൗണ്ട് അനലൈറ്റ് എന്ന് പറയുന്നത്. ആ റിയാക്ഷനിൽ ഒരു റെസ്പോൺസ് ഉണ്ടാവും. ആ റെസ്പോൺസിനെ ഇലക്ട്രോണിക് റെസ്പോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിലുള്ള മെഷർമെൻറ്റ് വെച്ചിട്ടാണ് ആ ഡിസീസ് ഉണ്ടോ എന്നുള്ളതും അതേപോലെ നമ്മൾ എന്തെങ്കിലും മീൻസ് നമ്മളൊരു ഡിസ്പ്ലേയിൽ ഒരു മെഷർമെൻ്റ് ആയിട്ട് ഒരു നമ്പർ മെഷർമെൻ്റ് ആയിട്ട് ഒരു എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അതടക്കം കാണിക്കുന്നത് ഈ ഒരു രീതിയിലായിരിക്കും ബയോ സെൻസർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പോൾ എൻ്റെ ജസ്റ്റ് ആ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബയോ സെൻസറിന് അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ബയോ സെൻസറിന് വീണ്ടും ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഒന്ന് ബയോ റെക്കഗ്നീഷൻ എലമെൻ്റ് ആയിട്ട് നമ്മൾ ഏതൊക്കെ രീതിയിൽ വെക്കുന്നു എന്നുള്ളതും ദെൻ ട്രാൻസ്ഡ്യൂസിങ് എലമെൻറ്റിൽ ഏതൊക്കെ ബയോ സെൻസർ ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഇങ്ങനെ ബയോ റെക്കഗ്നീഷൻ എലമെൻ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആൻറ്റിബോഡി എന്നും ഫേഗ് എന്നും DNA, എൻസൈംസ്, ബയോമിമെറ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ കുറച്ച് ബയോ റെക്കഗ്നീഷൻ എലമെൻറ്റ്സ് ഉണ്ട്. ആ എലമെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ബയോ സെൻസർ വർക്ക് ചെയ്യുന്ന ഒരു രീതിയിലൊരു ക്ലാസിഫിക്കേഷനും ട്രാൻസ്ഡ്യൂസിങ് എലമെൻ്റ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സോ ഇതിൽ വരികയാണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റോ, നമ്മൾ മാസ് ബേസ്ഡ് ബയോ സെൻസർ ആണെങ്കിൽ മാഗ്നറ്റോ ഇലക്ട്രിക്, പീസോ ഇലക്ട്രിക് എന്നും ദെൻ ഇലക്ട്രോ കെമിക്കൽ ബയോ സെൻസർ ഉണ്ട്, ഒപ്റ്റിക്കൽ ബയോ സെൻസർ ഉണ്ട്. സോ ഇത്രത്തോളം നമ്മളൊന്നും പോകുന്നില്ല, ജസ്റ്റ് നമ്മൾ നോക്കി പോകുന്നേ ഉള്ളൂ. ഇതിൽ നമുക്ക് മീൻസ് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇത് നമ്മൾ നോക്കി പോകുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് മാഗ്നറ്റോ ഇലക്ട്രിക് ബയോ സെൻസർ എന്താണെന്ന് നമ്മൾ നോക്കാം. അപ്പോൾ മാഗ്നറ്റോ ഇലക്ട്രിക് അല്ല, മാഗ്നറ്റോ എലാസ്റ്റിക് ആണ് നമ്മളിവിടെ നോക്കുന്നത്. സോ എന്താണ് മാഗ്നറ്റോ എലാസ്റ്റിക് ബയോ സെൻസർ എന്ന് പറയുന്നത്? സോ ഇതിൽ നമുക്ക് ഓൾറെഡി നമുക്കൊരു ഇതുണ്ടാവും. മീൻസ് എങ്ങനെയാണോ നമുക്കൊരു ട്രാൻസ്ഡ്യൂസർ ഉണ്ടാവുന്നത് ആ ട്രാൻസ്ഡ്യൂസർ ഉണ്ടാവും. ആ ട്രാൻസ്ഡ്യൂസറിൽ ഒരു റിസപ്റ്റർ ഉണ്ടാവും. ഈ റിസപ്റ്ററും ട്രാൻസ്ഡ്യൂസറുമാണ് മെയിനായിട്ട് ഇതിൻ്റെ സെൻസർ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റോ എലാസ്റ്റിക്
റെസൊനേറ്റർ ആണ്. മാഗ്നെറ്റോ ഇലാസ്റ്റിക് റെസൊനേറ്റർ പറഞ്ഞാൽ മാഗ്നറ്റിക് മെറ്റീരിയൽ. നമുക്ക് ഏത് വേണമെങ്കിലും വെക്കാം. അത് പറഞ്ഞാൽ നമുക്ക് ഫെറോ കണ്ടന്റ് ഉള്ള ഏത് മെറ്റീരിയൽ വേണമെങ്കിലും എടുക്കാം. സോ നമ്മൾ മെയിനായിട്ട് കോമൺലി എടുക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് നമുക്ക് ഫെറോ മാഗ്നറ്റിക് അലോയ്സ് ഏതെങ്കിലും ഒന്ന് എടുക്കും. അതിൽ നമുക്ക് ആ അലോയ്സ് എന്ന് പറയുന്നതിൽ മെയിനായിട്ടുള്ള മീൻസ് ഉണ്ടാവുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അയൺ ഉണ്ടാവും, ബോറോൺ ഉണ്ടാവും, നിക്കൽ ഉണ്ടാവും, മോളിബ്ഡിനം ഉണ്ടാവും. ഈ 4 മെറ്റീരിയൽസും അടങ്ങിയിട്ടുള്ള മെറ്റീരിയലായിരിക്കും ഒട്ടുമിക്ക കോമൺ ആയിട്ടുള്ള എല്ലാ മാഗ്നെറ്റോ ഇലാസ്റ്റിക് ബയോസെൻസറിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവുക. സോ ഇത് ഒരു ട്രാൻസ്ഡ്യൂസറായിട്ട് ആക്ട് ചെയ്യും. ഈ ട്രാൻസ്ഡ്യൂസറിൻ്റെ മുകളിൽ റിസപ്റ്റർ ഉണ്ട്. ആ റിസപ്റ്ററാണ് നമ്മുടെ ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ട്യൂബർകുലോസിസിനാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്ന ഒരു സെൻസറാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്യൂബർകുലോസിസിൻ്റെ ആൻറ്റിബോഡിയാണ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുക, കോട്ടിങ് കൊടുക്കുന്നുണ്ടാവുക. ആ ആൻറ്റിബോഡിയാണ് റിസപ്റ്ററായിട്ട് ഉണ്ടാവുക. ഈ റിസപ്റ്ററിലേക്ക് നമ്മൾ ട്യൂബർകുലോസിസിൻ്റെ അനലൈറ്റ് നമ്മൾ ഇതിലേക്ക് കൊടുക്കും. ആ കൊടുക്കുന്ന സമയത്ത് ഇത് രണ്ടും തമ്മിലൊരു റിയാക്ഷൻ ഉണ്ടാവും. ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു ഫ്രീക്വൻസി, ഒരു വൈബ്രേഷൻ ജനറേറ്റ് ചെയ്യും. എലാസ്റ്റിക് എന്നാണ് ഇതിൻ്റെ പേര്. സോ ഒരു ഓക്സിലേഷൻ, ഒന്ന് മൂവ് ചെയ്യുക, ഏതെങ്കിലും ഒരു ഭാഗത്ത് മൂവ് ചെയ്യും. ഈ മൂവ് ചെയ്യുന്നതിനെ നമ്മൾ ഇലക്ട്രിക് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ കൺവേർഷൻ വെച്ചിട്ട് അതിൻ്റെ ഫ്രീക്വൻസി ലെവൽ വെച്ചിട്ടാണ് ട്യൂബർകുലോസിസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇതാണ് മാഗ്നെറ്റോ എലാസ്റ്റിക് റെസൊനേറ്റർ എന്ന് പറയുന്നത്. സോ ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ, നമുക്കൊരു മാഗ്നറ്റിക് മെറ്റീരിയൽ ആയിരിക്കും ഉണ്ടാവുക. അയണും ബോറോണും നിക്കലും മോളിബ്ഡിനം അടങ്ങിയിട്ടുള്ള ഒരു ട്രാൻസ്ഡ്യൂസറാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. സോ അതിനാണ് നമ്മൾ മാഗ്നെറ്റോ എലാസ്റ്റിക് റെസൊനേറ്റർ എന്ന് പറയുന്നത്. അതിനൊരു റിസപ്റ്റർ ഉണ്ട്. ആ റിസപ്റ്റർ എന്ന് പറയുന്നത് ആൻറ്റിബോഡീസ് ആണ്. സോ ആ ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത് ഇപ്പോൾ ട്യൂബർകുലോസിസ് ആണെങ്കിൽ ട്യൂബർകുലോസിസിൻ്റെ ആൻറ്റിബോഡി, ഏതാണോ നമ്മൾ ഡിസീസസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് അതിൻ്റെ ആൻറ്റിബോഡി, അതിലേക്ക് നമ്മൾ ഒരു അനലൈറ്റ് നമ്മൾ അതിലേക്ക് കൊടുക്കുമ്പോൾ അതിലുണ്ടാകുന്ന റിയാക്ഷൻ ഇവിടെ മാഗ്നറ്റിക് പൾസസ്, ഒരു ഫ്രീക്വൻസി ആയിട്ടാണ് നമുക്ക് ഇതിലേക്ക് ഔട്ട്പുട്ട് വരിക. അതിനെ നമ്മൾ ഇലക്ട്രോണിക് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കും. ഇതാണ് മാഗ്നെറ്റോ എലാസ്റ്റിക് റെസൊനേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സോ അതിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. സോ നമുക്ക് സിമ്പിൾ സൊല്യൂഷൻസ് ആണെങ്കിലേ ഉള്ളൂ, വേറെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നുമില്ല. മൈക്രോ ഫ്ലൂയിഡിക് പമ്പ്സോ ഒരു കാര്യങ്ങളും ഇല്ല. ഇതിൽ ജസ്റ്റ് നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിയാക്ഷൻ വെച്ചിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു കോംപ്ലക്സ് സിഗ്നൽസും നമുക്ക് ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല. ആണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് അടുത്തതെന്ന് പറയുന്നത് പീസോ ഇലക്ട്രിക് ബയോസെൻസേഴ്സ് ആണ്. സോ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം പീസോ ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ്, ക്വാർട്സ് ക്രിസ്റ്റൽസ് വെച്ചിട്ടാണ് നമുക്ക് ഇതിൽ ചെയ്യാറ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ജസ്റ്റ് അസ്യൂം ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ അതിലുണ്ടാവുന്ന പീസോ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളിവിടെ സെൻസറുകൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഡിസീസസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോ നമുക്കിപ്പോൾ ഈ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ്, ഒരു ക്രിസ്റ്റൽ ഉണ്ടാവും. ആ ക്രിസ്റ്റലിൻ്റെ മുകളിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഫിഗറിൽ കാണിച്ചിരുന്ന ഗോൾഡിൻ്റെ 2 ഇലക്ട്രോഡാണ്. അതിൻ്റെ മുകളിലും താഴെയും നമ്മൾ അതിലേക്ക് വെക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു പ്രോട്ടീൻ വെച്ചിട്ട് ആ ഒരു ആൻറ്റിബോഡി നമ്മൾ അതിലേക്ക് അപ്ലൈ ചെയ്യും. ആ ആൻറ്റിബോഡി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ട്യൂബർകുലോസിസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ TB സെൽസ് ആൻറ്റിബോഡീസ് ആണ് നമ്മൾ ഉപയോഗിക്കുക. അത് നമുക്ക് ഇപ്പോൾ റാബിറ്റ് IgG എന്നൊക്കെ പറയുന്ന ആൻറ്റിബോഡീസൊക്കെ ഉണ്ട്. സോ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയില്ല, ജസ്റ്റ് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് അറിഞ്ഞതാണ്. അപ്പോൾ ആ ആൻറ്റിബോഡി ആയിരിക്കും നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക. ഈ ആൻറ്റിബോഡിയിൽ നമ്മൾ MTB എന്ന് പറയുന്ന സെൽസ് നമ്മൾ ആൻറ്റിജൻ ആയിട്ട്, മീൻസ് നമ്മൾ പറയുന്ന അനലൈറ്റ് ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യും. ആ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന റിയാക്ഷനിൽ ഇവിടെ പീസോ ഇലക്ട്രിക് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ആ എഫക്റ്റിനെ നമ്മൾ ഇലക്ട്രിക് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ ഫ്രീക്വൻസി കൗണ്ടർ വെച്ചിട്ട്, മീൻസ് ഇത് നമുക്ക് പീസോ ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യണം അല്ലേ ഉണ്ടാവുക. ആ മൂവ്മെൻറ്റ്സ് നമ്മൾ എത്ര കൗണ്ട് ചെയ്തിട്ട് ആ കൗണ്ടിങ് വെച്ചിട്ട് നമ്മൾ ഇതിൽ ഡിസീസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ് ഈ പീസോ ഇലക്ട്രിക് സെൻസറുകൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത്. ക്ലിയർ ആണോ? സോ സിമ്പിളാണ് എല്ലാ സെൻസേഴ്സും. സോ നമുക്കൊരു ഓക്സിലേറ്റർ ഉണ്ടാവും, പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ് ഉണ്ടാവും. ഈ ഓക്സിലേറ്റർ എന്ന് പറഞ്ഞാൽ ഇത് വെച്ചിട്ട് കൗണ്ട്സ് എടുക്കാൻ വേണ്ടിയാണ് ഇവിടെ ഓക്സിലേറ്റർ കൊടുത്തിരിക്കുന്നത്. സോ ഇത് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഇത് ഓക്സിലേറ്റ് ചെയ്യും. ഈ ഓക്സിലേഷൻസ് വെച്ചിട്ട് ഈ കൗണ്ട് എടുത്തിട്ട് അതിൽ നിന്നാണ് നമുക്ക് TB ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. TB ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. അതുപോലെ നമുക്ക് ഏത് ഡിസീസസും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ അതിന് നമ്മൾ വെക്കുന്നത് ഈ നമ്മുടെ പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസറിൻ്റെ അവിടെ നമ്മളൊരു ആൻറ്റിബോഡി വെക്കും. ആ ആൻറ്റിബോഡിയിലാണ് അനലൈറ്റ് നമ്മൾ കൊടുക്കുക. ആ റിയാക്ഷനിലാണ് നമ്മളിത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇലക്ട്രോ കെമിക്കൽ സെൻസർ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. വീഡിയോ ലെങ്ത്ത് വേണ്ടാന്ന് പറഞ്ഞിട്ടാണ്. സോ ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.